ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IC എഞ്ചിനെ പറ്റിയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് IC എഞ്ചിൻ. എല്ലാ PSCയുടെ എക്സാമിനും, ഗേറ്റ് എക്സാം, IAS എക്സാം എല്ലാത്തിനും IC എഞ്ചിനിൽ നിന്ന് മിനിമം മൂന്ന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് IC എഞ്ചിൻ. അപ്പോൾ തുടങ്ങാം. അതായത് ഫസ്റ്റ് എന്താണ് ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോം വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ. മോസ്റ്റ്ലി എന്തായിരിക്കും അത്? കെമിക്കൽ എനർജി ഓഫ് ദി ഫ്യൂവലിന്റെ കെമിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് എന്താ പറയുന്നത്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. നോർമലി മോസ്റ്റ് ഓഫ് എഞ്ചിൻ കൺവേർട്ട് തെർമൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ആ തെർമൽ എനർജി എവിടെ നിന്ന് കിട്ടും? ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് വഴിയാണ് നമുക്ക് തെർമൽ എനർജി കിട്ടുന്നത്. ശരിയല്ലേ? അതിന്റെ മെക്കാനിക്കൽ വർക്ക് കിട്ടുന്നു. Therefore they are called heat engines. Heat engines are broadly classified into 2 category. ഹീറ്റ് എഞ്ചിനെ മെയിൻ ആയിട്ട് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം: ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആൻഡ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. ഓക്കെ, ಅಂದ್ರೆ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ എക്സാമ്പിൾ IC എഞ്ചിൻ അതിനെ ചുരുക്കി വിളിക്കും. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ EC എഞ്ചിൻ എന്ന് ചുരുക്കി വിളിക്കും. ഓക്കെ, സോ നമുക്ക് ഹീറ്റ് എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ കുറച്ചും കൂടെ ബ്രോഡായിട്ടൊന്ന് നോക്കാം. അന്നേരം ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഇന്റേണൽ കമ്പസ്റ്റൺ എഞ്ചിനും എക്സ്റ്റേണൽ കമ്പസ്റ്റൺ എഞ്ചിനും. എന്താണ് ഇന്റേണൽ, എന്താണ് എക്സ്റ്റേണൽ എന്നൊക്കെ നമുക്കറിയാം, അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി ഇന്റേണൽ കമ്പസ്റ്റൺ എഞ്ചിനിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. റോട്ടറി എഞ്ചിനും ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനും ഉണ്ട്. ഓക്കെ, റോട്ടറി എഞ്ചിനും റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനും. അന്നേരം റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനിൽ എന്തായിരിക്കും? സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് വഴി റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ നോർമലി കാണുന്ന ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് ആണ്. അതിൻ്റെത് ഗ്യാസോലിൻ എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനും പിന്നെ ഡീസൽ എഞ്ചിനും വരും. ഓക്കെ, ഇനി റോട്ടറി എഞ്ചിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈനും വാങ്കൽ അല്ലെങ്കിൽ വാങ്കർ എഞ്ചിനും എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അന്നേരം റോട്ടറി എഞ്ചിന്റെ മറ്റ് 2 ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെച്ചുക്കുക: ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആൻഡ് വാങ്കർ എഞ്ചിൻ. ഓക്കെ, അല്ലെങ്കിൽ വാങ്കൽ എഞ്ചിൻ. ഇനി ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? ഏതൊക്കെ ക്ലാസിഫിക്കേഷനാണ്? അതും എന്താണ്? റോട്ടറിയും ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗും ഉണ്ട്. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആയാലും റോട്ടറി പിന്നെ ടൈപ്പും ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗും ഉണ്ട്. ഓക്കെ, റോട്ടറി ഏതൊക്കെയാണ്? സ്റ്റീം ടർബൈൻ, പിന്നെ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. അന്നേരം ഇവിടെ ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ ഈസ് ആൻ ഇന്റേണൽ കമ്പസ്റ്റൺ എഞ്ചിൻ, ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ ഈസ് ആൻ എക്സ്റ്റേണൽ കമ്പസ്റ്റൺ എഞ്ചിൻ. ഓക്കെ, ഇനി റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പിൽ വരുന്നത് സ്റ്റീം എഞ്ചിനും സ്റ്റിർലിംഗ് എഞ്ചിനും. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗിന്റെ എക്സ്റ്റേണൽ കമ്പസ്റ്റൺ എഞ്ചിന്റെ എക്സാമ്പിൾ സ്റ്റീം എഞ്ചിൻ ആൻഡ് സ്റ്റിർലിംഗ് എഞ്ചിൻ. സോ ഇത്രയാണ് എന്ത് വരുന്നത്? ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഹീറ്റ് എഞ്ചിനിൽ നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത് IC എഞ്ചിനാണ്, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ്. അതിൽ തന്നെ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് IC എഞ്ചിനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് എന്താണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൺ എഞ്ചിൻ എന്ന് നോക്കാം. ഓക്കെ, അന്നേരം നോക്കുക, എക്സ്റ്റേണൽ കമ്പസ്റ്റൺ എഞ്ചിനിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഡെഫിനേഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഡെഫിനേഷൻ എന്തായാലും ചോദിക്കാൻ പോകുന്നുണ്ട്, ശരിയല്ലേ? സോ നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. എക്സ്റ്റേണൽ കമ്പസ്റ്റൺ എഞ്ചിൻ മീൻസ് കമ്പസ്റ്റൺ ഓഫ് ഫ്യൂവൽ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ സിലിണ്ടർ. ഓക്കെ, സിലിണ്ടർ അല്ലെങ്കിൽ ആ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സിലിണ്ടർ ഇല്ലാത്ത കേസിൽ നമുക്ക് പിന്നെ മെക്കാനിക്കൽ എനർജി എവിടെ നിന്നാണോ കിട്ടുന്നത് അതിന് പുറത്ത് വെച്ചാണ് ഫ്യൂവൽ പിന്നെ ബേൺ ചെയ്യുന്നതെങ്കിൽ അന്നേരം കമ്പസ്റ്റൺ ഓഫ് ഫ്യൂവൽ ടേക്സ് പ്ലേസ് എക്സ്റ്റേണൽ ടു സിലിണ്ടർ ഓർ ദാറ്റ് കമ്പോണന്റ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? എക്സ്റ്റേണൽ കമ്പസ്റ്റൺ എഞ്ചിൻ എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റീം എഞ്ചിന്റെ കേസിൽ എങ്ങനെയാണ്? ഒരു സ്റ്റീം എഞ്ചിന്റെ കേസിൽ ഒരു പിന്നെ സിലിണ്ടർ കാണും, ഒരു പിസ്റ്റൺ അറേഞ്ച്മെന്റ് കാണും, അതിലേക്ക് സ്റ്റീം എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ സ്റ്റീം അല്ല അവിടുത്തത്. ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്? ആ സ്റ്റീം എവിടെ നിന്നാണ് കിട്ടിയത്? പിന്നെ ബോയിലറിൽ നിന്നാണ് ആ സ്റ്റീം കിട്ടിയത്, ശരിയല്ലേ? ബോയിലറിൽ ഫ്യൂവൽ ബേൺ ചെയ്ത് ആണ് അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സ്റ്റീമിനെയാണ് ഇവിടെ എത്തിക്കുന്നത്. സോ ബോയിലറിലാണ് അവിടെ സ്റ്റീം ബേൺ ചെയ്തത് അല്ലെങ്കിൽ ഫ്യൂവൽ ബേൺ ചെയ്തത്. സോ അത് എക്സ്റ്റേണലി ആണ് ബേൺ ചെയ്തത്, ഈ സിലിണ്ടറിനകത്ത് വെച്ചല്ല ബേൺ ചെയ്തത്. സോ അതിനെ എന്ത് വിളിക്കാം നമുക്ക്? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. സോ സ്റ്റീം എഞ്ചിൻ ഈസ് ആൻ എക്സ്റ്റേണൽ കമ്പസ്റ്റൺ എഞ്ചിൻ. അടുത്തത് ഹോട്ട് എയർ എഞ്ചിൻ. ഹോട്ട് എയർ എഞ്ചിനിൽ എന്താണ്? എയറിന്റെ ഹൈ പ്രഷർ കാരണമാണ് അവിടെ ഉണ്ടാകുന്നത്. സോ ആ എയറിനെ ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഫ്യൂവൽ എന്ന് പറയുന്നത് എക്സ്റ്റേണലി ആയിരിക്കും ബേൺ ചെയ്തത്. അതുപോലെ സ്റ്റീം ടർബൈനും സെയിം കേസ് ആണ്. സ്റ്റീം ടർബൈനിൽ പിന്നെ സ്റ്റീം കിട്ടുന്നത് എവിടെ നിന്നാണ്? ബോയിലറിൽ നിന്നാണ്. സോ ബോയിലർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ആണ്, അതിൽ വെച്ചാണ് അവിടെ പിന്നെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. അതായത് ഗ്യാസ് ടർബൈനിൽ 2 ടൈപ്പ് ഉണ്ട്, ഓപ്പൺ ടൈപ്പ് ഉണ്ട്, ക്ലോസ്ഡ് ടൈപ്പ് ഉണ്ട്. ക്ലോസ്ഡ് ടൈപ്പ് ഗ്യാസ് ടർബൈൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ കംപ്രസർ
അല്ലെ, കംപ്രസറിൽ നിന്നും കമ്പസ്റ്റൻ ചേമ്പറിലോട്ട് വരുന്നു. അന്നേരം കമ്പസ്റ്റൻ ചേമ്പറിൽ ക്ലോസ്ഡ് സൈക്കിളിന്റെ കേസിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്യാസ് ഇതുവഴി പാസ് ചെയ്യുന്നു. ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, അന്നേരം പിന്നെ ഗ്യാസ് ഒരിക്കലും ഡയറക്റ്റ് ഇതിലൂടെ പാസ് ചെയ്യുന്ന എയർ അല്ലെങ്കിൽ ഗ്യാസ് ഒരിക്കലും ഇവിടുത്തെ കമ്പസ്റ്റൻ ചേമ്പറിലെ ഫ്യൂവലിന്റെ ഡയറക്റ്റ് കോൺടാക്ട് വരുന്നില്ല, മിക്സ് വരുന്നില്ല. ഫ്യൂവലും ആ എയറും കൂടെ തമ്മിൽ കോൺടാക്ട് ചെയ്ത് ബേൺ ചെയ്യുന്നില്ല. സോ അതും എന്താണ്, ഒരു എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ലോക്കോമോട്ടീവ് എഞ്ചിനാണ് കാണിച്ചിരിക്കുന്നത്, സ്റ്റീം എഞ്ചിൻ, ലോക്കോമോട്ടീവ് സ്റ്റീം എഞ്ചിനാണ് കാണിച്ചിരിക്കുന്നത്. സോ അവിടെയും കമ്പസ്റ്റൻ കണ്ടോ പുറത്താണ് നടക്കുന്നത്. ഇവിടെ അങ്ങനെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ പുറത്ത് എഞ്ചിനിലോട്ട് കൊടുക്കുക. സോ എഞ്ചിനകത്തല്ല ഒരിക്കലും കമ്പസ്റ്റൻ നടക്കുന്നത്. ഇനി ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എങ്ങനെയാണ്, നേരെ തിരിച്ച് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ സിലിണ്ടർ. കണ്ടോ, സിലിണ്ടറിനകത്ത് തന്നെ നമ്മുടെ IC എഞ്ചിൻ എടുത്താൽ എങ്ങനെയാണ്, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിൽ ഈ സിലിണ്ടറിനകത്ത് തന്നെ ഫ്യൂവല് പിന്നെ സപ്ലൈ ചെയ്യുന്നു, എയറും സപ്ലൈ ചെയ്യുന്നു. അത് അവിടെ അതിനകത്ത് തന്നെയാണ് രണ്ടും കൂടെ ബേൺ ചെയ്യുന്നത്. സോ അതിനെയാണ് എന്താ പറയുന്നത്, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ രണ്ട് ടൈപ്പ് ഞാൻ പറഞ്ഞായിരുന്നു, റോട്ടറി ടൈപ്പും ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പും ഉണ്ട്. റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ. ഓക്കെ, പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ SI എഞ്ചിൻ, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്നും ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ പിന്നെ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്നും രണ്ടായിട്ട് അറിയപ്പെടും. ഓക്കെ, പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ലൈറ്റർ ഫ്യൂവലും ഡീസൽ എഞ്ചിനിൽ ഹെവിയർ ഫ്യൂവലുമാണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ ലൈറ്ററും ഡീസൽ എന്ന് പറയുന്നത് ഹെവിയർ ഫ്യൂവലുമാണ്. ഓക്കെ, ഇനി റോട്ടറി IC എഞ്ചിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വാങ്കർ എഞ്ചിൻ ആണ്. ഹൈ പവർ ടു വെയിറ്റ് റേഷ്യോ. അന്നേരം വാങ്കർ എഞ്ചിന്റെ പ്രത്യേകത എന്താണ്, ഹൈ പവർ ടു വെയിറ്റ് റേഷ്യോ ആണ് അതിന്. ഓക്കെ, ഹൈ പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ബൈ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പവർ കൂടുതലാണ്, ചെറിയ വെയിറ്റിൽ തന്നെ കൂടുതൽ പവർ അതിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അതുപോലെ റോട്ടറി IC എഞ്ചിന്റെ അതിനോടൊപ്പം തന്നെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ ഒരു പിന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത്. ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈന് പകരം കംപ്രസറിൽ നിന്നും എയർ നേരെ കമ്പസ്റ്റൻ ചേമ്പറിൽ വരുന്നു. ആ കമ്പസ്റ്റൻ ചേമ്പറിൽ എയർ ഇവിടെ എത്തുന്നു, അതിലേക്ക് ഡയറക്റ്റ് ഫ്യൂവൽ മിക്സ് ചെയ്യുക. എയറിലേക്ക് ഡയറക്റ്റ് ഫ്യൂവൽ മിക്സ് ചെയ്ത് അവിടെ ഫ്യൂവലും എയറും കൂടെ ബേൺ ചെയ്യുകയാണ്. സോ അവിടെ ഡയറക്റ്റ് കമ്പസ്റ്റൺ ആണ് നടക്കുന്നത്. സോ അതിനെ എന്ത് വിളിക്കാം, നമുക്ക് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് വിളിക്കാം. ഓക്കെ, സോ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് എന്താണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ അഡ്വാൻറ്റേജസ്? സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് ഹൈ, സെൽഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് ചീപ്പർ ഫ്യൂവൽ ഈസ് റിക്വയർഡ്. ഇത്രയാണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ അഡ്വാൻറ്റേജ്. ആ 3 അഡ്വാൻറ്റേജസും അതിന്റെ നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്, സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഹൈ ടോർക്ക് കിട്ടുന്നു. പിന്നെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്, അതുപോലെ ചീപ്പർ ഫ്യൂവൽ മതി. ചീപ്പർ ഫ്യൂവൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് പുറത്തായില്ലേ ബേൺ ചെയ്യുന്നത്, ഈ പിന്നെ ആ എയറുമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടുന്ന വർക്കിംഗ് സൈക്കിളിലെ പിന്നെ വർക്കിംഗ് ഫ്ലൂയിഡുമായിട്ട് അല്ലെങ്കിൽ എയറുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ചീപ്പർ ഫ്യൂവൽ, കോൾ പോലുള്ള ഫ്യൂവൽ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? ഓവറോൾ എഫിഷ്യൻസി ഹൈ ആണ്. പിന്നെ വെയിറ്റ് ടു പവർ റേഷ്യോ ഈസ് ലോ എന്ന് പറഞ്ഞാൽ പവർ ടു വെയിറ്റ് റേഷ്യോ ഈസ് ഹൈ. അങ്ങനെ എന്ത് വെച്ചാൽ മതി. പവർ എന്ന് പറഞ്ഞാൽ കൂടുതൽ പവർ കിട്ടും, ചെറിയ വെയിറ്റിൽ കൂടുതൽ പവർ കിട്ടും. ചിന്തിക്കാവുന്നേ ഉള്ളൂ. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, സ്റ്റീം എഞ്ചിൻ എടുത്താലും പിന്നെ സ്റ്റീം ടർബൈൻ എടുത്താലും എല്ലാം വലിയ വെയിറ്റ് മീൻസ് എന്താണ്, കമ്പോണൻസും കാര്യങ്ങളും എല്ലാം വളരെ കൂടുതലാണ്. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വളരെ ചെറിയ ഒരെണ്ണമാണ് അല്ലേ. പിന്നെന്താ, ഈസി സ്റ്റാർട്ടിങ് ഫ്രം കോൾഡ് കണ്ടീഷനിൽ നമുക്ക് അത് ഈസി സ്റ്റാർട്ട് ചെയ്യും. ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. സോ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് നേരെ തിരിച്ച്, ഇതിന്റെ അഡ്വാൻറ്റേജ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്, അങ്ങനെ നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കായ ഇന്റേണൽ കമ്പസ്റ്റൺ എഞ്ചിനിലോട്ട് പോകാം, അല്ലെങ്കിൽ IC എഞ്ചിൻ. ഓക്കെ, അന്നേരം ഏറ്റവും ബേസിക് ആയിട്ടുള്ള IC എഞ്ചിൻ നമ്മൾ പഠിക്കുന്നത് ഇതാണ്, ശരിയല്ല? അതിന്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഒന്നുകൂടി നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയുള്ള അതിന്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒരു പിസ്റ്റൺ കാണും അല്ലെ, പിന്നെ ഒരു സിലിണ്ടർ കാണും, പിന്നെ 2 വാൽവ്, ഏറ്റവും ബേസിക് ആയിട്ട് 2 വാൽവ് ആണ്, ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, പിന്നെ ഒരു കണക്റ്റിംഗ് റോഡ് കാണും, ഒരു ക്രാങ്ക് കാണും, ഒരു ക്രാങ്ക് കേസ് കാണും. ഓക്കെ, അന്നേരം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും വരുന്നത്. സോ ആൻ ഇന്റേണൽ കമ്പസ്റ്റൺ എഞ്ചിൻ ഈസ് ആൻ എഞ്ചിൻ വിച്ച് പ്രൊഡ്യൂസ് motive power through burning of fuel like petrol, oil or any other type with air inside the engine with the help of piston. സിമ്പിൾ, അതിന്റെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പറഞ്ഞേ ഉള്ളൂ. നമുക്കറിയാമല്ലോ ഇന്റേണൽ കമ്പസ്റ്റൺ എഞ്ചിൻ എന്താണെന്ന് അറിയാം. റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അന്നേരം അവിടെ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് കാണും. സിലിണ്ടറിനകത്ത് ഫ്യൂവൽ ബേൺ ചെയ്യുന്നു.
ഏത് ടൈപ്പ് ഫ്യൂൽ ആവാം, പെട്രോൾ ആവാം, ഓയിൽ ആവാം, ഡീസൽ ആവാം, ഈവൻ ഗ്യാസും ആവാം അല്ലേ, LPG ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എഞ്ചിൻ. സോ പിന്നെ ഏതെങ്കിലും ഒരു ഫ്യൂൽ ബേൺ ചെയ്യുന്നു, അതിനകത്ത് ബേൺ ചെയ്യുന്നു, അങ്ങനെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, മെയിൻ കമ്പോണൻസ് ഓഫ് IC എഞ്ചിൻ. IC എഞ്ചിന്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്? മെയിനായിട്ടും ഒരു സിലിണ്ടർ കാണും അല്ലേ, അതിനകത്തൊരു പിസ്റ്റൺ കാണും, പിസ്റ്റണും ക്രാങ്കുമായിട്ട് കണക്ട് ചെയ്ത് കണക്റ്റിംഗ് റോഡ് കാണും, പിന്നെ ഒരു ക്രാങ്ക് കാണും, ശരിയല്ലേ, ഒരു ക്രാങ്ക് കാണും, പിന്നെ ആ ക്രാങ്ക് ഒരു ക്രാങ്ക് ഷാഫ്റ്റ് കാണും അല്ലെ, ക്രാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രാങ്ക് ഷാഫ്റ്റ്, ഇത് ക്രാങ്ക് ഷാഫ്റ്റ് കാണും. ഓക്കെ, പിന്നെ ക്രാങ്ക് പിൻ എന്തിനാ ഉപയോഗിക്കുന്നത്? പിസ്റ്റൺ എന്ന് പറയുന്ന കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇങ്ങനെ ഇരിക്കും അല്ലേ. അന്നേരം കണക്റ്റിംഗ് റോഡിന്റെ ഈ ബിഗ് എൻഡും ക്രാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ക്രാങ്ക് പിൻ എന്ന് പറയുന്നത്. അതുപോലെ ഗഡ്ജിയൻ പിൻ എന്തിനാ ഉപയോഗിക്കുന്നത്? കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡും പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഗഡ്ജിയൻ പിൻ. ഓക്കെ, പിന്നെ എക്സോസ്റ്റ് മാനിഫോൾഡ് എങ്ങനെയാണ്? ഈ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തോട്ട് പോകാനാണ് എക്സോസ്റ്റ് മാനിഫോൾഡ്, അതിൽ ഉപയോഗിക്കുന്ന വാൽവ് എക്സോസ്റ്റ് വാൽവ്. സോ ഇൻലെറ്റ് മാനിഫോൾഡ് എന്താണ്? പിന്നെ പെട്രോൾ എഞ്ചിന്റെ കേസിൽ എയറും ഫ്യൂലും കൂടെ കയറി ചെല്ലാനുള്ള വാൽവാണ് ഇൻലെറ്റ് മാനിഫോൾഡ്, അതിൽ ഉപയോഗിക്കുന്ന വാൽവാണ് ഇൻലെറ്റ് വാൽവ്. ഡീസലിനാകുമ്പോൾ അവിടെ എയർ മാത്രമേ വരൂ. ഓക്കെ, ഫ്യൂല് പിന്നെ ആയിരിക്കും ഇജക്ട് ചെയ്യുന്നത്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? പെട്രോൾ എഞ്ചിൻ ആയിരിക്കും അല്ലെ, SI എഞ്ചിൻ ആയിരിക്കും, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ ആയിരിക്കും. പിന്നെ അപ്പോൾ സ്പാർക്ക് പ്ലഗിന് പകരം അവിടെ ഫ്യൂൽ ഇഞ്ചക്ടറാ വരുന്നെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഡീസൽ എഞ്ചിൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇത്രയാണ് അതിന്റെ ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സിലിണ്ടർ ബ്ലോക്ക് അറിയാലോ. ഇനി നമുക്ക് ഓരോ കമ്പോണന്റ് ആയിട്ട് നോക്കാം. ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്നത് എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ, സിലിണ്ടർ എന്താണ്, അതിന്റെ പർപ്പസ് എന്താണെന്ന് അറിയാം. അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അത് മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഓർത്ത് വെക്കണം. ഓക്കെ, അന്നേരം ഫസ്റ്റ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടാണ്? അതാണ്ട് ഈ പാർട്ടിനെയാണെന്ന് പറയുന്നത് സിലിണ്ടർ എന്ന് പറയുന്നത്. അതിനകത്താണ് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ. സോ അതിന്റെ ഒറിജിനൽ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു 4 സിലിണ്ടർ എഞ്ചിന്റെ ആണ്, 4 സിലിണ്ടർ അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ സിലിണ്ടറിന്റെ ടോപ്പ് ഭാഗം എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും സിലിണ്ടർ ഇരിക്കുന്നത്. ഓക്കെ, ടോപ്പും ബോട്ടവും ഓപ്പൺ ആയിരിക്കും. ഇതിൽ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യും. പിന്നെ ടോപ്പ് സിലിണ്ടർ ഹെഡ് വെച്ച് അടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 2 സെപ്പറേറ്റ് പാർട്ടായിട്ടാണ് കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. സോ ഫസ്റ്റ് സിലിണ്ടർ ഈസ് എ പാർട്ട് ഇൻ വിച്ച് ഇൻടേക്ക് ഓഫ് ഫ്യൂൽ, കംപ്രഷൻ ഓഫ് ദി ഫ്യൂൽ ആൻഡ് ബേണിംഗ് ഓഫ് ഫ്യൂൽ ടേക്സ് പ്ലേസ്. ഇതിനകത്താണ് ഫ്യൂലിന്റെ ബേണിങ്, എന്തൊക്കെയാണ്? ഫ്യൂൽ എടുക്കുന്നു, അതിവിടെ കംപ്രസ് ചെയ്യുന്നു, പിന്നെ ബേൺ ചെയ്യുന്നു. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ ഓഫ് സിലിണ്ടർ ഈസ് ടു ഗൈഡ് ദ പിസ്റ്റൺ. മറ്റൊരു മെയിൻ ഫംഗ്ഷൻ എന്താണ്? പിസ്റ്റണിനെ ഗൈഡ് ചെയ്യുക. പിസ്റ്റൺ അതിനോട് അകത്തൂടെയാണ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ പ്രോഡക്റ്റ് ഓഫ് കമ്പസ്റ്റൺ, സോ ഇറ്റ് മസ്റ്റ് ബി കൂൾഡ്. അന്നേരം സിലിണ്ടറിനകത്താണല്ലോ ഫ്യൂല് ബേൺ ചെയ്യുന്നത്. സോ അവിടെ ഹൈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് കൂൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും? നമ്മൾ കൂളിംഗ് ജാക്കറ്റുകൾ ഉപയോഗിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഫിൻസ് ഉപയോഗിക്കും. നമ്മുടെ ചെറിയ എഞ്ചിനിലൊക്കെ എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഫിൻസ് ആയിരിക്കും സിലിണ്ടറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ വലിയ എഞ്ചിനിലൊക്കെ എന്തായിരിക്കും? സിലിണ്ടറിന് ചുറ്റും എന്ത് കാണും? കൂളിംഗ് ജാക്കറ്റ് കാണും. അതിൽ വാട്ടറോ അല്ലെങ്കിൽ കൂളിംഗ് ഓയിലോ ഉപയോഗിക്കും. ഓക്കെ, ഇനി ഫോർ കൂളിംഗ് ദ സിലിണ്ടർ വാട്ടർ ജാക്കറ്റ് ഓർ ഫിൻസ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദ ഔട്ട്സൈഡ് ഓഫ് ദി സിലിണ്ടർ. ഓൾറെഡി പറഞ്ഞതാണ്. അറ്റ് ദ അപ്പർ എൻഡ് ഓഫ് ദി സിലിണ്ടർ ഹെഡ് ആൻഡ് അറ്റ് ദ ബോട്ടം എൻഡ് ഓഫ് ദി സിലിണ്ടർ ക്രാങ്ക് കേസ് ഈസ് ബോൾട്ടഡ്. അന്നേരം ഏറ്റവും മുകളിൽ, അന്നേരം സിലിണ്ടർ ഞാൻ പറഞ്ഞുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അതിന്റെ മുകളിൽ ഇത്രയും പാർട്ടിനെ നമുക്ക് സിലിണ്ടർ ഹെഡ് എന്നും വിളിക്കാം. ഈ താഴോട്ടുള്ള പാർട്ടിനെ എന്ത് വിളിക്കാം? ക്രാങ്ക് കേസ് എന്നും വിളിക്കാൻ പറ്റും. ഓക്കെ, സിലിണ്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈ ഗ്രേഡ് കാസ്റ്റ് അയൺ. അന്നേരം അല്ലാത്ത ഉണ്ട് കേട്ടോ, ഇപ്പോൾ അലൂമിനിയം, അങ്ങനെ സ്റ്റീൽ, അതിൻ്റെയൊക്കെ സിലിണ്ടർ ഉണ്ട്. പണ്ടേ നമ്മൾ പഠിക്കുന്ന എന്താണ്? ഹൈ ഗ്രേഡ് കാസ്റ്റ് അയൺ. ഒരു സ്റ്റാൻഡേർഡ് മെറ്റീരിയലായിട്ട് ഹൈ ഗ്രേഡ് കാസ്റ്റ് അയൺ പഠിച്ചു വെക്കുക. ഓക്കെ, സോ സിലിണ്ടർ ഈസ് ജനറലി മെയ്ഡ് അപ്പ് ഓഫ് ഹൈ ഗ്രേഡ് കാസ്റ്റ് അയൺ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിലോട്ട് പോകാം, സിലിണ്ടർ ഹെഡിലോട്ട് പോകാം. സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇത് സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ അടച്ചു വെക്കുന്ന പാർട്ടിനെയാണെന്ന് പറയുന്നത് സിലിണ്ടർ ഹെഡ്. അന്നേരം സിലിണ്ടർ ഇതാണ്, സിലിണ്ടർ ഹെഡ് അതിന് മുകളിൽ വെക്കും. അന്നേരം ഇവിടെ ഫ്യൂൽ ബേൺ ചെയ്യുമ്പോഴത്തേനും അത് പുറത്തോട്ട് എസ്കേപ്പ് പോകാനുള്ള ഒരു ക്ലിയറൻസ് സാധ്യതയുണ്ട്. അവിടെ എന്ത് വെക്കും? ഗ്യാസ്കറ്റ് വെക്കും. അന്നേരം നമ്മൾ അതിന്റെ ഇൻഡെപ്തിലോട്ടൊന്നും പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഓട്ടോമൊബൈലൊക്കെ വിശദമായിട്ട് പഠിക്കുന്നു. നമുക്ക് തൽക്കാലം ഓട്ടോമൊബൈലിന്റെ സിലബസ് പിന്നെ ഇപ്പോഴത്തെ ഉള്ള വിളിച്ചേക്കുന്ന PSCയിലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ IC എഞ്ചിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. IC എഞ്ചിന്റെ മെയിൻ കമ്പോണൻസ് ഓട്ടോമൊബൈലിനെ ബേസ് ചെയ്തിട്ട് പോകുന്നില്ല. സോ ഇത്ര ഓർത്ത് വെക്കുക. ഇവിടെ ലീക്കേജ് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഗ്യാസ്കറ്റ് വെക്കും. ഓക്കെ, അത്രയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സോ അന്നേരം സിലിണ്ടറിന്റെ മുകളിൽ
ക്ലോസ് ചെയ്യുന്ന പാർട്ടിനെ എന്ത് വിളിക്കും, നമുക്ക് സിലിണ്ടർ ഹെഡ് എന്ന് വിളിക്കാം. സിലിണ്ടർ ഹെഡിലാണ് ഈ ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, പിന്നെ സ്പാർക്ക് പ്ലഗ് അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടറും എക്സോസ്റ്റ് മാനിഫോൾഡ്, ഇൻലെറ്റ് മാനിഫോൾഡ് അങ്ങനെയുള്ള കമ്പോണൻസ് എല്ലാം വരുന്നത് സിലിണ്ടർ ഹെഡിലാണ്. ഓക്കെ, അന്നേരം ഇതൊരു സിലിണ്ടർ ഹെഡിന്റെ എക്സാമ്പിൾ ആണ്. നോക്ക്, അന്നേരം ഇതിനടിയിലാണ് എന്ത് വരുന്നത്, ഇങ്ങനെ സിലിണ്ടർ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സിലിണ്ടർ ഇതിൻ്റെ അടി വരും, അതിന് മുകളിൽ വെച്ചിട്ട് ഇതെല്ലാം ഇൻലെറ്റ്, എക്സോസ്റ്റ്, 2 ഇൻലെറ്റ് വാൽവ് 2 എക്സോസ്റ്റ് വാൽവ് ഇവിടെ വരുന്നതേ ഉള്ളൂ. സോ അതിൻ്റെ എല്ലാം പ്രൊവിഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അന്നേരം നോക്ക്, ഇൻ ആൻ എഞ്ചിൻ ടോപ്പ് ഓഫ് ദി സിലിണ്ടർ ഈസ് ക്ലോസ്ഡ് വിത്ത് സെപ്പറേറ്റ് കാസ്റ്റ് പീസ് കാൾഡ് സിലിണ്ടർ ഹെഡ്. കണ്ടോ, ടോപ്പ് ഓഫ് ദി എഞ്ചിൻ, പിന്നെ സിലിണ്ടറിന്റെ ടോപ്പ് ഈ പിന്നെ സെപ്പറേറ്റ് പാർട്ടായിട്ട് അതിൽ പിന്നെ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡ് ഈസ് ബോൾട്ടഡ്. കണ്ടോ, ബോൾട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. ബോൾട്ടഡ് ടു ദ അപ്പർ പാർട്ട് ഓഫ് ദി സിലിണ്ടർ ഹെഡ്. അന്നേരം സിലിണ്ടർ ഹെഡിന്റെ അപ്പർ പാർട്ടിലെ സിലിണ്ടർ ഹെഡ് ബോൾട്ട് ചെയ്താണ് വെക്കുന്നത്. ദിസ് ജോയിന്റ് ഈസ് കവേർഡ് ബൈ പിന്നെ ഹെഡ് ഗാസ്കറ്റ് അല്ലെങ്കിൽ സിംപ്ലി ഗാസ്കറ്റ്. ഗാസ്കറ്റ് എന്തിനാണ്, ലീക്കേജ് ഒഴിവാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിലുള്ള ബേണിംഗ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. സോ ഗാസ്കറ്റ് വന്നില്ലെങ്കിൽ പുറത്തോട്ട് ലീക്ക് ആയി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കമ്പസ്റ്റൻ ചേംബർ, സ്പാർക്ക് പ്ലഗ് ആൻഡ് സംടൈംസ് വാൾസ്. സംടൈംസ് അല്ല, മോസ്റ്റ്ലി വാൾസ് കാണും. ഓക്കെ, അന്നേരം അതിൽ എന്തൊക്കെയുണ്ട്, സ്പാർക്ക് പ്ലഗ് ഉണ്ട്, വാൾസ് ഉണ്ട്, പിന്നെ കമ്പസ്റ്റൻ ചേംബറും അതും കൂടെ ആണ് ഫോം ചെയ്യുന്നത്. യൂഷ്വലി മേഡപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ അലൂമിനിയം. അന്നേരം ഇത് മോസ്റ്റ്ലി മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ എന്താണ്, അലൂമിനിയം ആണ് സിലിണ്ടർ ഹെഡിന്റെ മെറ്റീരിയൽസ്. ഓക്കെ, അടുത്ത ഏതാണ്, നമ്മുടെ പിസ്റ്റൺ വരുന്നു. ഓക്കെ, അന്നേരം സിലിണ്ടർ കിട്ടി, സിലിണ്ടർ ഹെഡ് കിട്ടി, അതിൽ വാൽവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി എന്താണ്, പിസ്റ്റൺ ആണ്. ഓക്കെ, പിസ്റ്റൺ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ആക്ട് ആസ് എ ലിങ്ക് ഇൻ ട്രാൻസ്മിറ്റിംഗ് ഗ്യാസ് ഫോഴ്സ് ഇൻ ടു റോട്ടറി മോഷൻ ഓഫ് ദി ഔട്ട്പുട്ട് ഷാഫ്റ്റ്. അന്നേരം ഈ പിസ്റ്റണിലൂടെയാണ് കണക്റ്റിംഗ് റോഡ് വഴി എവിടെ എത്തുന്നത്, ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് പിന്നെ ഫോഴ്സ് എത്തുന്നത്. അന്നേരം ഈ പിസ്റ്റണിന്റെ റെസിപ്രോക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ഇറ്റ് ആക്ട് ആസ് എ ട്രാൻസ്മിറ്റ് ഗ്യാസ് ഫോഴ്സ്, ഗ്യാസ് കാരണം, ഗ്യാസ് ബേൺ ചെയ്യുന്ന കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനെ ഔട്ട്പുട്ടിലോട്ട് എത്തിക്കുന്നത് പിസ്റ്റൺ ആണ്. ഫസ്റ്റ് ലിങ്ക് പിസ്റ്റൺ ആണ്. പിസ്റ്റൺ റിങ്സ് ആൻഡ് ലൂബ്രിക്കേഷൻസ് ആർ പ്രൊവൈഡഡ് ടു മേക്ക് ദ ഫിറ്റ് ഗ്യാസ് ടൈറ്റ്. അന്നേരം ഇത്രയേ ഉള്ളൂ, പിസ്റ്റൺ റിങ്സ് പ്രൊവൈഡ് ചെയ്യും. ഇത് സിലിണ്ടർ ആണ്, നമ്മുടെ പിസ്റ്റൺ ആണെങ്കിൽ പിസ്റ്റൺ ഒരിക്കലും സിലിണ്ടറുമായിട്ട് കോണ്ടാക്ട് വരത്തില്ല എന്നതാണ് സത്യം. ഇതാണ് നമ്മുടെ സിലിണ്ടർ എങ്കിൽ പിസ്റ്റൺ ഇങ്ങനെ വരും, ചെറിയൊരു ക്ലിയറൻസ് അവിടെ കാണും. ഓക്കെ, വളരെ ചെറുതാണ്, ഇത്രയൊന്നും കാണത്തില്ല. സോ എന്തായിരിക്കും, ഇവിടെ ബേൺ ചെയ്യുന്ന ഫ്യൂവൽ ഇതുവഴി ലീക്ക് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, പിസ്റ്റൺ റിങ്സ് കൊടുക്കും. പിസ്റ്റൺ റിങ്സ് സിലിണ്ടറുമായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കോണ്ടാക്ട് വരും. ഒരു പിസ്റ്റൺ റിങ് നേരത്തെ പറഞ്ഞ രണ്ട് പിസ്റ്റൺ റിങ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പിസ്റ്റൺ റിങ് ഈ എയർ ടൈറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയാണ്. ഈ ബേൺ ചെയ്യുന്ന ഗ്യാസ് ഇതുവഴി ക്രാങ്ക് കേസിൽ വരാതിരിക്കാൻ നോക്കുന്നു. പിന്നെ ഒരു റിങ് എന്ന് പറയുന്നത് ലൂബ്രിക്കേഷന് വേണ്ടിയാണ്. അന്നേരം പിസ്റ്റൺ റിങ് ഇടാനുള്ള സ്ലോട്ട്സ് ആണ് വേണ്ട ഈ സ്ലോട്ടായിട്ട് കാണിച്ചേക്കുന്നുണ്ടോ, അതാണ് പിസ്റ്റൺ റിങ് ഇടാനുള്ള സ്ലോട്ട്സ് എന്ന് പറയുന്നത്. ഈ പാർട്ട്, ഈ ഹോളുള്ള പാർട്ട് കണ്ടോ, അവിടെ ആയിരിക്കും എന്ത് കണക്ട് ചെയ്യുന്നത്, നമ്മുടെ കണക്റ്റിംഗ് റോഡ് വന്നിങ്ങനെ കണക്ട് ചെയ്യും. കണക്റ്റിംഗ് റോഡ് അതിലായിരിക്കും ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് ഒരു പിൻ ഉപയോഗിച്ച്. ആ പിന്നിനെ വിളിക്കുന്ന പേരാണ് ഗഡ്ജിയൻ പിൻ എന്നൊക്കെ വിളിക്കും. ഓക്കെ, സോ കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡ്, കണക്റ്റിംഗ് റോഡിന് 2 എൻഡ് ഉണ്ട്, സ്മോൾ എൻഡും ഉണ്ട്, ബിഗ് എൻഡും ഉണ്ട്. അതിൽ സ്മോൾ എൻഡ് പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യും. അതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. നോക്ക്, പിസ്റ്റൺ റിങ്സ് ആൻഡ് ലൂബ്രിക്കൻസ് പ്രൊവൈഡ് ടു മേക്ക് ഫിറ്റ് ദാറ്റ് എയർ ടൈറ്റ്. അന്നേരം എയർ ടൈറ്റ് ആയിട്ട് നിർത്താൻ പിസ്റ്റൺ റിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ലൂബ്രിക്കൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ എഞ്ചിനിൽ ഓയിൽ ഒഴിക്കത്തില്ലേ, അതെന്തിനാണ്, ലൂബ്രിക്കേഷൻ കൊടുക്കാനാണ്. പിസ്റ്റണിൽ ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൂടി അത് സ്റ്റക്കായി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി പിസ്റ്റൺ വാൾ ഈസ് കാൾഡ് സ്കേർട്ട്. ഈ പിസ്റ്റണിന്റെ ഈ വാളിനെ, ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സ്കേർട്ട് എന്ന് വിളിക്കും. ഈ ബോഡിയെ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്കേർട്ട്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് സൈഡ് ത്രസ്റ്റ്. അന്നേരം സൈഡ് ത്രസ്റ്റ് ഇതിലോട്ട് ഈ ഫോഴ്സ് കാരണം സൈഡ് ത്രസ്റ്റ്, മുകളിൽ നിന്നുള്ള ഫോഴ്സ് കാരണം സൈഡ് ത്രസ്റ്റും വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ തിയറി ഓഫ് മെഷീൻസിലൊക്കെ പഠിച്ചാണ് ഓരോ കമ്പോണൻസ്. സോ സൈഡ് ത്രസ്റ്റ് അത് എന്ത് ചെയ്യണം, വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. പിസ്റ്റൺ ഈസ് മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ അലൂമിനിയം. മതി. അന്നേരം പിസ്റ്റൺ ഉണ്ടാക്കിയിരിക്കുന്ന എന്താ വെച്ചാണ്, കാസ്റ്റ് അയൺ ആവാം അല്ലെങ്കിൽ എന്താണ്, അലൂമിനിയം അലോയ് വെച്ച്. ലൈറ്റ് അലൂമിനിയം പിസ്റ്റൺ എക്സ്പാൻഡ് മോർ ദാൻ കാസ്റ്റ് അയൺ. അന്നേരം അലൂമിനിയം അലോയ് ഉപയോഗിച്ച ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വെയിറ്റ് കുറവാണ്. ശരിയല്ലേ, അലൂമിനിയത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കാസ്റ്റ് അയണിന്റെ 3/1 ഉള്ളൂ. സോ അലൂമിനിയം ഉപയോഗിച്ചാൽ വെയിറ്റ് കുറവാണ്. വെയിറ്റ് കുറവുന്നതനുസരിച്ച് കുറേ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എക്സ്പാൻഷൻ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈ ഹീറ്റ് ആണ് ഇതിലോട്ട് വരുന്നത്. സോ
പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാത്ത മെറ്റീരിയലാണ് ഉപയോഗിക്കാം. കാസ്റ്റ് അയണിന്റെ എക്സ്പാൻഷൻ കുറവാണ്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ കുറവാണ്. പക്ഷേ അലൂമിനിയം കാസ്റ്റ് അയണിനേക്കാളും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. സോ ദെയർഫോർ ദേ നീഡ് ലാർജ് ക്ലിയറൻസ് ടു ബോർ. സോ അതുകൊണ്ട് തന്നെ ഈ പിസ്റ്റണും സിലിണ്ടറിനും ഇടയ്ക്ക് കൂടുതൽ ക്ലിയറൻസിന്റെ ആവശ്യം അവിടെ വരും. ഓക്കെ ആണല്ലോ. സോ ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പിസ്റ്റൺ റിങ്സിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പിസ്റ്റൺ റിങ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്. ഈ പിസ്റ്റൺ കണ്ടോ, ഈ സ്ലോട്ട്സ്, പിസ്റ്റണിൽ കുറേ സ്ലോട്ട്സ് കണ്ടോ, ആ സ്ലോട്ട്സിനകത്തായിരിക്കും തണ്ട ഇങ്ങനെയുള്ള റിങ്, വള പോലുള്ള ഒരു സംഭവം, അത് ഇതിൽ ഇട്ട് വെക്കും. അന്നേരം പിസ്റ്റൺ റിങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫുള്ളി സർക്കിൾ അല്ല. നേരത്തെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടോ, ഇവിടെ ഒരു ബ്രേക്കേജ് ഉണ്ട് കണ്ടോ, ഇത്രയും ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഹീറ്റ് വരുന്ന അനുസരിച്ച് പിസ്റ്റണിലിടുമല്ലോ, പിസ്റ്റണിലിടുമ്പോഴത്തേന് ഇത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് ഇരിക്കും ഫസ്റ്റ് പിസ്റ്റണിലോട്ട് ഇടുമ്പോൾ. പിന്നെ നമ്മൾ സിലിണ്ടറിനകത്ത് കയറുമ്പോഴത്തേന് അത് ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ അത് ഉള്ളിലോട്ട് തള്ളിയിരിക്കും. അന്നേരം എന്ത് പ്രത്യേകത, ഉള്ളിലോട്ട് ഇങ്ങനെ തള്ളിയിരിക്കുമ്പോഴത്തേന് എന്ത് പ്രത്യേകത, അത് പിന്നെ എയർ ടൈറ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയാ. ഓക്കെ. അതുപോലെ തന്നെ ഹീറ്റ് അനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഉള്ളിലോട്ടും അകത്തോട്ടും അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കും. അതിനുവേണ്ടിയാണ് പിസ്റ്റൺ റിങ്സ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓക്കെ. സോ പിസ്റ്റൺ റിങ്സ് മസ്റ്റ് ബി ഫെയർലി ലൂസ് ഫിറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള ഫിറ്റുകൾ ഏതിൽ പഠിച്ചിട്ടുണ്ട്, ടൈപ്സ് ഓഫ് ഫിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതിൽ പഠിച്ചിട്ടുണ്ട്, മെട്രോളജിയിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ പിസ്റ്റൺ റിങ്സ് എന്ന് പറയുന്നത് ലൂസ് ഫിറ്റ് ആണ്. ബിക്കോസ് ടൈറ്റ് ഫിറ്റ് കോസ് വിൽ സ്റ്റിക്ക് ഇൻ ടു ദ സിലിണ്ടർ ഓൺ എക്സ്പാൻഷൻ. കണ്ടോ, അന്നേരം ടൈറ്റ് ഫിറ്റ് വെച്ചാൽ ആ സിലിണ്ടറിൽ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള, സ്റ്റക്കായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി പിസ്റ്റൺ റിങ്സ് യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ. പിസ്റ്റൺ റിങ് മസ്റ്റ് ആയിട്ടും കാസ്റ്റ് അയൺ ആണ് കേട്ടോ. മറ്റ് മെറ്റീരിയലുകളൊക്കെ മാറിയാലും പിസ്റ്റൺ റിങ് മോസ്റ്റ്ലി എന്ത് തന്നെയാണ്, കാസ്റ്റ് അയൺ ആണ്. സോ അത് നോർമലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പിസ്റ്റൺ റിങ്ങിന്റെ മെറ്റീരിയൽ ഏതാണ്, ദാറ്റ് ഈസ് കാസ്റ്റ് അയൺ. വേറൊരു ഓപ്ഷൻ അതിൽ വരാനില്ല തൽക്കാലം. ഓക്കെ. സോ കാസ്റ്റ് അയൺ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കുക. അതെന്തുകൊണ്ടാണ്? കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ സെൽഫ് ലൂബ്രിക്കേഷൻ ആണല്ലോ, നമുക്ക് തന്നെ അറിയാം. കാസ്റ്റ് അയൺ സെൽഫ് ലൂബ്രിക്കേഷൻ ഒരു സംഭവമാണ്. സോ എപ്പോഴും ഇവിടെ ഫ്രിക്ഷൻ വരുന്നതാണ്. സോ അത് പിന്നെ അതുകൊണ്ട് തന്നെയാണ് അത് മോസ്റ്റ്ലി കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നത്. പിന്നെ കാസ്റ്റ് അയൺ അല്ലാതെ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്, ഹൈ ഇലാസ്റ്റിസിറ്റി, ഹൈ അലോയ് സ്പ്രിംഗ് സ്റ്റീൽ. കണ്ടോ, സ്പ്രിംഗ് സ്റ്റീൽ പോലുള്ള അതും എന്താണ് കുറച്ച് പിന്നെ ഇലാസ്റ്റിസിറ്റി കൂടിയതാണ്. സോ അതുകൊണ്ട് സ്പ്രിംഗ് സ്റ്റീലും ഉപയോഗിക്കും. സോ കാസ്റ്റ് അയൺ മറക്കരുത് കേട്ടല്ലോ. ഇനി ഹയർ ദ പ്രഷർ ഇൻ ദ കമ്പസ്റ്റൻ ചേംബർ ബെറ്റർ വിൽ ബി ദ സീലിംഗ്. ഓക്കെ. അന്നേരം പ്രഷർ കൂടുന്നതനുസരിച്ച് സീലിംഗ് കൂടും. സോ അതുകൊണ്ട് മാക്സിമം പിന്നെ ഗ്യാസ് ഈ സിലിണ്ടർ ക്രാങ്ക് കേസിനകത്തോട്ട് പോകാതെ നോക്കും. ഓക്കെ. ഇനി സ്മോൾ 2 സ്ട്രോക്ക് എഞ്ചിൻ ഹാവ് 2 കംപ്രഷൻ റിങ്സ്. അന്നേരം എത്ര കംപ്രഷൻ റിങ്സ് ഉണ്ട്? റിങ്സ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. പിസ്റ്റൺ റിങ് ഞാൻ നേരത്തെ പറഞ്ഞോണം 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് കംപ്രഷൻ റിങ് ആണ്. കംപ്രഷൻ റിങ് കൂടുതൽ ഡെപ്തിൽ പോകുന്നില്ല, കംപ്രഷൻ റിങ്. അതുപോലെ രണ്ടാമത്തത് ഓയിൽ റിങ്സും ഉണ്ട്, ഓയിൽ റിങ്സ്. അതിൽ കംപ്രഷൻ റിങ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ഈ പിസ്റ്റൺ സിലിണ്ടറിനിടയ്ക്ക് നടക്കുന്ന എക്സ്പ്ലോഷൻ കാരണം ഈ ഗ്യാസ് ക്രാങ്ക് കേസിലോട്ട് ലീക്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് കംപ്രഷൻ റിങ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. നേരത്തെ ഫിഗറിൽ കാണിച്ചോണം, അല്ലേ, ഇതിൽ വർക്ക് ചെയ്യുന്ന കാണിച്ചോണം. അല്ല, ഈ റെഡ് ഇപ്പം കാണിച്ചല്ലോ, അതിലാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. കംപ്രഷൻ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഈ ഗ്യാസ് ഇതിനകത്തൂടെ ലീക്കായിട്ട് ക്രാങ്ക് കേസിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ക്രാങ്ക് കേസിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് പ്രഷർ ബിൽഡായിട്ട് ക്രാങ്ക് കേസ് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. ഓക്കെ. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒന്നാമത്തെ കംപ്രഷൻ റിങ്സ് ഉപയോഗിക്കുന്നത്. സോ കംപ്രഷൻ റിങ് മനസ്സിലായല്ലോ. പിന്നെ പറഞ്ഞാൽ ഓയിൽ റിങ് ആണ്. ഓയിൽ റിങ് ഉപയോഗിക്കുന്നത് ലൂബ്രിക്കേഷന് വേണ്ടിയാണ്. ഓക്കെ. പിസ്റ്റന്റെ സൈഡ് വാളിലും നേരത്തെ പറഞ്ഞ സ്കേർട്സിലും ഒക്കെ ലൂബ്രിക്കേഷന് വേണ്ടിയാണ് ഓയിൽ റിങ്സ് ഉപയോഗിക്കുന്നത്. സോ നോക്ക്, സ്മോൾ 2 സ്ട്രോക്ക് എഞ്ചിൻ ഹാവ് 2 കംപ്രഷൻ റിങ്സ്. അതായത് 2 സ്ട്രോക്ക് എഞ്ചിന് കംപ്രഷൻ റിങ് മാത്രമേ ഉള്ളൂ, ഓയിൽ റിങ്ങിന്റെ അവിടെ ആവശ്യം വരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 2 സ്ട്രോക്ക് എഞ്ചിൻ നമുക്കറിയാം, പെട്രോൾ ഒഴിക്കുമ്പോൾ തന്നെ പെട്രോളിലേക്കാണ് നമ്മൾ ലൂബ്രിക്കേഷൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. സോ അത് പിന്നെ പിസ്റ്റന്റെ സൈഡ് വഴി അത് പിന്നെ എല്ലായിടത്തും ചെല്ലുക ചെയ്യുന്നത്. സോ ഓയിൽ റിങ് അവിടെ ആവശ്യമില്ല, ലൂബ്രിക്കേഷന് വേണ്ടി ആവശ്യമില്ല. ഓക്കെ. എന്ന് വെച്ച് കൊടുക്കുന്നതും ഉണ്ടേ. ഇനി 4 സ്ട്രോക്ക് എഞ്ചിനിലാകുമ്പോഴത്തേന് എഞ്ചിൻ ഹാവ് ആൻ എക്സ്ട്രാ റിങ് കാൾഡ് ഓയിൽ റിങ്. കണ്ടോ, അന്നേരം 4 സ്ട്രോക്ക് എഞ്ചിനിൽ 2 കംപ്രഷൻ റിങ്ങും, മിനിമം 2 കംപ്രഷൻ റിങ്ങും ഒരു ഓയിൽ റിങ്ങും കാണും. ഓക്കെ. ഇനി കംപ്രഷൻ റിങ്സ് ഹാവ്, അത് മസ്റ്റായിട്ട് ഈ പോയിന്റുകളെല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്, കംപ്രഷൻ റിങ്സ് ഹാവ് റെക്റ്റിലിനിയർ ക്രോസ് സെക്ഷൻ ആണ് കേട്ടോ. അന്നേരം പിന്നെ റെക്റ്റിലിനിയർ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ആണ് കംപ്രഷൻ റിങ്സിന്
വരുന്നത് ഓയിൽ റിങ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ഗ്രൂവ്സ് ഇൻ ദ മിഡിൽ ആൻഡ് ഹാവ് ത്രൂ ഹോൾസ്. അന്നേരം ഓയിൽ റിങ്സിൻ്റെ മിഡിലായിട്ട് ഗ്രൂവ്സ് ഉണ്ട്. ഓയിൽ റിങ്ങിൻ്റെ അതൊന്നും ഫിഗറിലില്ല. പിന്നെ അതിൽ ത്രൂ ഹോൾസ് ഓരോരോ ഇങ്ങനെ ചെറിയ ചെറിയ ഹോളും ഉണ്ട്. അതുപോലെ അതിൻ്റെ മിഡിലായിട്ട് ഒരു ഗ്രൂവും ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിസ്റ്റൺ റിങ് ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റീരിയൽ, പിന്നെ എത്ര ടൈപ്പ് ഉണ്ട്, അതെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ മിനിമം 2 കംപ്രഷൻ റിങ് വേണമെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്, ഡയറക്റ്റ്ലി എഴുതിയിട്ടില്ല. സോ നോട്ട് ചെയ്യുക. പിന്നെ ഓയിൽ റിങ്സ് മിനിമം 1 മതി. ഓക്കെ, മിനിമം 1 ഓയിൽ റിങ് മതി. ഓക്കെ, അടുത്ത ഏതാണ്? കണക്റ്റിംഗ് റോഡാണ് അല്ലേ. കണക്റ്റിംഗ് റോഡ് നമുക്കറിയാം, അതിന് 2 പാർട്ടുണ്ട്. ബിഗ് എൻഡും ഉണ്ട്, സ്മോൾ എൻഡും ഉണ്ട്. ഇതെന്തായിരിക്കും കണക്ട് ചെയ്യുന്നത്? പിസ്റ്റൺ ഇവിടെ കണക്ട് ചെയ്യും അല്ലേ. അതെ, ഇവിടെ ഫിഗർ ഉണ്ടല്ലോ. പിസ്റ്റണും, ഇതാണ് നമ്മുടെ പിസ്റ്റണും കണക്റ്റിംഗ് റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇറ്റ് ട്രാൻസ്മിറ്റ് ഫോഴ്സ് ഫ്രം പിസ്റ്റൺ ഇൻറ്റു ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, പിസ്റ്റണിന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കണക്റ്റിംഗ് റോഡിന് എന്തായിരിക്കും? കോമ്പിനേഷൻ ഓഫ് റെസിപ്രോക്കേറ്റിംഗ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ആയിരിക്കും. ഓക്കെ, കണക്റ്റിംഗ് റോഡിന് 2 എൻഡ് ഉണ്ട്, സ്മോൾ എൻഡ് ഉണ്ട്. സ്മോൾ എൻഡിലായിരിക്കും പിസ്റ്റൺ കണക്ട് ചെയ്യുന്നത് യൂസിങ് ഗഡ്ജിയൻ പിൻ ഉപയോഗിച്ചിട്ടായിരിക്കും. പിന്നെ ബിഗ് എൻഡിലായിരിക്കും ക്രാങ്ക് ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നത് യൂസിങ് ക്രാങ്ക് പിൻ. വലിയ പിന്നാണ് ക്രാങ്ക് പിൻ യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പിസ്റ്റണിൽ അറിഞ്ഞിരിക്കേണ്ടത്. അന്നേരം നോക്ക്, ഇറ്റ് ഈസ് എ മെറ്റൽ റോഡ് വിച്ച് കണക്ട്സ് പിസ്റ്റൺ ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ്. ഐ സെക്ഷൻ ആണ് നോർമലി ഉപയോഗിക്കുന്നത്. സോ പിസ്റ്റണും ക്രാങ്ക് ഷാഫ്റ്റും നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇറ്റ് ട്രാൻസ്മിറ്റ് പവർ ഓൺ ദ പിസ്റ്റൺ ടു ക്രാങ്ക് ഷാഫ്റ്റ്. പിസ്റ്റണിലെ പവർ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദ സ്മോൾ എൻഡ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ് കണക്റ്റഡ് ദ പിസ്റ്റൺ ബൈ ഗഡ്ജിയൻ പിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ എൻഡ് പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുന്നത് യൂസിങ് ഗഡ്ജിയൻ പിൻ. ആൻഡ് ബിഗ് എൻഡ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ് ടു ക്രാങ്ക് ഷാഫ്റ്റ് യൂസിങ് ക്രാങ്ക് പിൻ. അന്നേരം ബിഗ് എൻഡും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ക്രാങ്ക് പിൻ ഉപയോഗിച്ചാണ്. അതാണ് ഈ പാർട്ടിൽ. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നിക്കൽ, ക്രോമിയം, ക്രോമിയം വനേഡിയം സ്റ്റീൽ. അന്നേരം സ്റ്റീലാണ്, അലോയ് സ്റ്റീലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് അതിലുള്ളത്? നിക്കൽ, ക്രോമിയം, അങ്ങനെയുള്ള ക്രോമിയം, വനേഡിയം. എന്തുകൊണ്ടാണ് ഇത്? ഹൈ ഫറ്റീഗ് പിന്നെ സ്ട്രെസ് ആണ് അതിൽ വരുന്നത്. സോ ഫറ്റീഗ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ അലോയ് സ്റ്റീൽ വേണം ഇവിടെ ഉപയോഗിക്കാൻ. ഓക്കെ, ഫോർ സ്മോൾ എഞ്ചിൻസ് മെയ്ഡ് അപ്പ് ഓഫ് അലൂമിനിയം. അന്നേരം ചെറിയ എഞ്ചിനുകളിൽ അത് അലൂമിനിയവും ഉപയോഗിക്കും. ഓക്കെ, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. സോ ഇത്രയാണ് കണക്റ്റിംഗ് റോഡിനെ പറ്റി പറയാനുള്ളത്. നമ്മുടെ ഗഡ്ജിയൻ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഗഡ്ജിയൻ പിന്ന് കണ്ടോ, പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഈ പിന്നിനെയാണ് പറയുന്നത്. ഹോളോ ടൈപ്പ് ആയിരിക്കും ഗഡ്ജിയൻ പിൻ. അതിൻ്റെ റിയൽ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് പിസ്റ്റൺ ആണ്. പിസ്റ്റൺ, ഗഡ്ജിയൻ പിൻ. പിസ്റ്റണിന്റെ സ്കേർട്ട് എടുത്ത് റിമൂവ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്രാങ്ക് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതാണ് നമ്മുടെ ക്രാങ്ക്. ഇത് ക്രാങ്ക് ഷാഫ്റ്റ്. അങ്ങനെ പിന്നെ ഇങ്ങനെയായിരിക്കും ക്രാങ്ക് വരുന്നത്. സോ ക്രാങ്ക് പിന്നിലായിരിക്കും ഇതാണ് ക്രാങ്ക് പിൻ എന്ന് പറയുന്നത്. ആ ക്രാങ്ക് പിന്നിലായിരിക്കും ഇവിടെയാണ് ക്രാങ്ക് പിന്ന് വരുന്നത്. അതിലായിരിക്കും ഈ കണക്റ്റിംഗ് റോഡ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് കാണിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ഫോർ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ. കണ്ടോ, അന്നേരം ഇവിടെ ഒരു കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്യുന്നു, ഇവിടെ മറ്റൊരു കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്യുന്നു. അങ്ങനെ പിന്നെ 2, 3, 4 കണക്റ്റിംഗ് റോഡുകൾ തന്നെ നമുക്ക് ഒരു ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് എ കമ്പോണന്റ് വിച്ച് എൻക്ലോസ്ഡ് ഇൻ ദ ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസിലായിരിക്കും ക്രാങ്ക് ഷാഫ്റ്റ് വരുന്നത്. കൺവേർട്സ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദി പിസ്റ്റൺ ഇൻറ്റു റോട്ടറി മോഷൻ ഓഫ് ടു ദി ഔട്ട്പുട്ട് ഷാഫ്റ്റ്. അന്നേരം ഇതിനെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയും. അന്നേരം ഇതിനെല്ലാം ക്രാങ്ക് എന്ന് പറയും. ഓക്കെ, സോ ക്രാങ്ക് ഷാഫ്റ്റ് അല്ലെങ്കിൽ ക്രാങ്ക് കൺവേർട്സ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദി പിസ്റ്റൺ ഇൻറ്റു റോട്ടറി മോഷൻ. ഓക്കെ, യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് ഫോർജ്ഡ് സ്റ്റീൽ. കണ്ടോ, ഫോർജിങ് വഴിയാണ് അത് ഉണ്ടാക്കുന്നത്. ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഫോർജ്ഡ് സ്റ്റീലാണ്. സംടൈംസ് സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് ഓർ നിക്കൽ അലോയ് കാസ്റ്റിംഗ് ഉപയോഗിക്കാം. എന്നിട്ട് ചിലപ്പോൾ സ്പിറോയിഡൈസ്ഡ് ഗ്രാഫൈറ്റും നിക്കൽ അലോയ് കാസ്റ്റിങ്ങും ഒക്കെ ക്രാങ്ക് ഷാഫ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കമ്പോണന്റ് നമ്മുടെ ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ്. ഞാൻ പറഞ്ഞായിരുന്നു സിലിണ്ടർ ഹെഡിലാണ് ഇൻലെറ്റ് വാൽവ്. അതുകൊണ്ട് ഇത് ഇൻലെറ്റ് വാൽവും ഇതെന്താണ് എക്സോസ്റ്റ് വാൽവുമാണ്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ക്യാം മെക്കാനിസം ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇൻലെറ്റ് വാൽവ് എപ്പോഴാണ് ഓപ്പൺ ആവുന്നത്? പിന്നെ സക്ഷൻ സ്ട്രോക്കിൽ എയറും അല്ലെങ്കിൽ എയർ ഫ്യൂവൽ മിക്സും കൂടെ ഈ സിലിണ്ടറിനകത്തോട്ട് കയറാൻ വേണ്ടിയാണ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആക്കുന്നത്. എക്സോസ്റ്റ് വാൽവ് എപ്പോഴാണ് ഓപ്പൺ ആവുന്നത്? എക്സോസ്റ്റ് സ്ട്രോക്കിൽ ആ ബേൺ ചെയ്ത ഫ്യൂവലും എയറും അത് പിന്നെ വേസ്റ്റ് പുറത്തോട്ട് തള്ളാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്, എക്സോസ്റ്റ് വാൽവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പിന്നെ അല്ലാത്ത ഫിഗർ വേണ്ടേ, ഇത് ഇൻലെറ്റ് വാൽവും ഇത് എക്സോസ്റ്റ് വാൽവും. ഓക്കെ, ഇത് ക്യാം ആണ്. ക്യാം മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
So this is exhaust valve, this is exhaust valve and inlet valve. Then they are valves provided in the cylinder head to regulate flow of working fluid into the cylinder and expelling the combustion produced into the atmosphere. അതായത് അത് എക്സോസ്റ്റ് വാൽവ്, വർക്കിംഗ് ഫ്ലൂയിഡ് കയറാൻ വേണ്ടിയുള്ളത് ഇൻലെറ്റ് വാൽവ്. ഓക്കെ.